ഇടുക്കി മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ്. ഇടുക്കി തൊടുപുഴയിലെ ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെന്ന പരാതിയിലാണ് കേസ്. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി തൊടുപുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തൊടുപുഴയിലെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നും 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി. പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി എന്ന സ്ത്രീ പീഡന ശ്രമത്തിന് പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കണമെങ്കിൽ കൂടുതൽ പണം വേണമെന്നും ജ്വല്ലറി ഉടമയോട് ജിജി ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജനുവരിയിലാണ് മാത്യു സ്റ്റീഫനും ജിജിയും സുബൈറും തൊടുപുഴയിലെ ജ്വല്ലറിയിലെത്തി നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം കടമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. മാത്യു സ്റ്റീഫൻ മുൻ MLA ആണ് എന്നത് പരിഗണിച്ച് സ്വർണം നൽകുകയായിരുന്നുവെന്ന് ജ്വല്ലറി ഉടമ പരാതിയിൽ പറയുന്നു. 2 ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരണ്ടിയായും നൽകി. പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ 2 ലക്ഷം രൂപ നൽകി. പിന്നീട് 10 ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരിയിൽ ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി. എന്നാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ജ്വല്ലറി ഉടമ മടക്കി അയച്ചു. സമ്മർദ്ദത്തെ തുടർന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണം പിന്നീട് ഉടമ കടമായി നൽകി. എന്നാൽ ഈ പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പീഡന പരാതി നൽകുകയുമായിരുന്നു. തട്ടിപ്പാണെന്ന് മനസ്സിലായ ജ്വല്ലറി ഉടമ ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകി. എന്നാൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നുമാണ് മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചത്. അതേസമയം കോട്ടയം പള്ളിക്കത്തോട് മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ, ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. തൊടുതയിലെ കേസിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുബൈറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇവർക്കെതിരെ പലയിടങ്ങളിലും പരാതിയുണ്ട്. ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ. എന്നാൽ സംഘടനയുമായി തനിക്കിപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന് മുൻ MLA മാത്യു സ്റ്റീഫൻ പറഞ്ഞു. തൊടുപുഴയിലെ കേസിൽ ജിജിക്കായി ഈ മാസം 15-ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് മലയാളം, ഇടുക്കി.